ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. നമ്മുടെ ഐഫോൺ 13 കുറിച്ചാണ്. നമുക്ക് ഇപ്പോൾ ഈ 2024 ജൂലൈ 2024 നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിലൊരു ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബിഗിനറായിട്ടൊരു ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ 13 നല്ലതാണ്. ഇതിന് 2024 അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ ചാനലാണത്, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും പേജും ടെലിഗ്രാം പേജും ഫോളോ ചെയ്യുക. ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ ഫിനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽസും ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്, മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇത്ര കാലം ഉപയോഗിക്കുന്ന ഐഫോൺ 13 തന്നെയാണ്. അപ്പോൾ ഐഫോൺ 13 ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഐഫോൺ 15 മാറിയത്. ഇത് 256 GB ഐഫോൺ 15 ആണ്. അപ്പോൾ ഞാൻ മറ്റത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. എന്താ വെച്ചാൽ നമുക്ക് അത് ഔട്ട് ഓഫ് വാറൻറ്റി ആയതുകൊണ്ടും നമ്മൾ ആക്ച്വലി ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ പണി കിട്ടി, വൈറ്റ് സ്ക്രീൻ ഡിസ്പ്ലേ വന്നു. അതിനുശേഷം നമ്മൾ ടെമ്പററി സർവീസ് ചെയ്തിട്ട് എക്സ്ചേഞ്ച് ചെയ്താണ് ചെയ്തത്. അതാണ് ചെയ്തത് നമ്മൾ. എന്ന് വെച്ചാൽ ഉടായ്പ പരിപാടിയാണ് അവരും കാണിക്കുന്നത്. നമ്മുടെ OnePlusനൊക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനില്ലേ, അതേ പരിപാടി തന്നെ. പ്രത്യേകിച്ച് അത് ഐഫോൺ 13 സീരീസിനാണ് അത് മിക്കതും വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഐഫോൺ 13 തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പോരാത്തതിന് നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നല്ല കിടിലൻ ഡീലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഐഫോൺ 14 പ്ലസിനടക്കം നമുക്ക് 53,999 കിട്ടുന്നത്. അപ്പോൾ ഐഫോൺ 13 പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2,000-3,000 രൂപ, അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 5,000 രൂപ ഡിഫറൻസ് വരുന്നുള്ളൂ. അതും പ്ലസ് മോഡൽ നമുക്ക് കിട്ടുന്നത്. ഇത് വലിയ ഡിസ്പ്ലേയും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ബാറ്ററി കപ്പാസിറ്റിയും കൊടുത്തിടുന്നുണ്ട്. ഇത് വേറൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഐഫോൺ 13 i40 14 വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. SoC അടക്കം സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് അതിൽ നമുക്ക് ആക്ഷൻ മോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു ഡിഫറൻസും ഇല്ല. പ്ലസ് വരുമ്പോൾ അതിന് ഡിഫറൻസ് വരും. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ഒരു 99% രണ്ടും സെയിമാണ്. ഡിസൈനും സെയിമാണ്. ഇൻസൈഡിലും കുറേ സെയിമാണ്. റാം കുറച്ച് കൂടുതലുണ്ട്, 2 GB എക്സ്ട്രാ റാം വരുന്നുണ്ട് വെച്ചാൽ. അല്ലാണ്ട് കാര്യമായിട്ട് അതിൽ കൊണ്ടുപോയില്ല കേട്ടോ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വരുന്ന ഡീൽ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ കിടിലൻ ഡീൽ തന്നെയാണ്. 55 രൂപയ്ക്ക് നമുക്ക് പ്ലസ് മോഡൽ 14 പ്ലസ് കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല ഡീൽ തന്നെയാണ്. ആ റേഞ്ചിൽ നമുക്ക് നല്ല ഫോൺ തന്നെയാണ് അത്. പിന്നെ നിങ്ങൾക്ക് അറിയാം ഡിസ്പ്ലേ 60 Hz ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലസ് മോഡലിന് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. അത് എടുത്ത് പറയുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ നോർമൽ 14 14+ റേറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ബെസ്റ്റ് 14+ എടുക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള നമ്മുടെ ലിങ്ക്, ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നോക്കാൻ മറക്കണ്ട ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 13 റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഒരു 2,000, 3,000, 4,000 രൂപ ഡിഫറൻസ് ഉള്ളൂ. നമുക്കൊരു എഡിഷൻ മുമ്പത്തെ ഒരു ഫോൺ കിട്ടും. സംഭവം വലിയ ഡിഫറൻസ്, ക്യാമറ സെൻസറൊക്കെ സെയിം തന്നെയാണ്. അതൊന്നും ചേഞ്ച് ഇല്ലെങ്കിലും നമുക്ക് നമ്മളെന്തായാലും ഇപ്പോൾ 16 ഇറങ്ങാൻ പോവാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരു എഡിഷൻ പഴയതാവും. 13 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3 എഡിഷൻ പഴയതാവും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വാങ്ങിക്കാനുള്ള ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ ഐഫോണിന് ഇപ്പോൾ റീസെയിൽ വാല്യൂ സംഭവമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഐഫോൺ 13 കൊടുത്തിട്ടാണല്ലോ ഈ സാധനം എടുത്തത്. അത് നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് ഐഫോൺ 13 ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ കൊടുത്തിട്ട് പോലെ അവർ ഒരു എക്സ്ചേഞ്ച് ഒരു മര്യാദയ്ക്കുള്ള റേറ്റോ സംഭവം തരുന്നുണ്ടെന്നില്ല. അപ്പോൾ അതാണ് ശോകാവസ്ഥ. അപ്പോൾ ഇപ്പോൾ ആപ്പിളിൻ്റെ ഐഫോണൊന്നും വലിയ വാല്യൂ ഇപ്പോൾ നിങ്ങൾക്ക് ചവർ പോലെയാണല്ലോ അവരെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ വാല്യൂ ഇല്ല. പണ്ടത്തെ എന്താ പറയുക, ഇതിന് ഈ തിന്ന ആപ്പിളിൻ്റെ എന്താ പറയുക സിമ്പിൾ എന്നൊക്കെ പറയില്ല, ഒരു എന്താ പറയുക, എനിക്ക് കറക്റ്റ് പേര് കിടുന്നില്ല സംഭവം തന്നെ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഐഫോൺ 15 എടുക്കേണ്ടി വരും. 15 നല്ല ഡിവൈസ് തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റ് ഫിനിഷാണ്, ടൈപ്പ് സി ആണ്. ടൈപ്പ് സി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് എല്ലാം കൂടി ഒരു ചാർജറാണ്. എൻ്റെ S23-ക്കും പിക്സലിനും ഇതിനും എല്ലാം കൂടി ഒരു ചാർജർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ എന്താ പറയുക പവർ ബാങ്ക് ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണിന് പറ്റിയ പവർ ബാങ്ക്, സേഫ് ആയിട്ടുള്ള പവർ ബാങ്കുകളുടെ കാര്യം നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു. അത് കണക്ടർ കണ്ടുവെക്കുക. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു പവർ ബാങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പവർ ബാങ്ക് വന്നിട്ടുണ്ട്, വയർലെസ് പവർ സപ്പോർട്ടുള്ളത്. അത് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ അതൊരു 3000 റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ, 10,000 mAh. അപ്പോൾ ഈ ചീപ്പ് പവർ ബാങ്കുകളൊന്നും ഐഫോണിൽ ഉപയോഗിക്കരുത്. ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് 15 മോഡലിൽ. അതായത് ടൈപ്പ് സി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടം പോലെ കുറേ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ ഐഫോൺ 15 3 മാസമായിട്ടുള്ളൂ, കംപ്ലൈൻ്റ് ആയി, ബോർഡ് കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ ഏതൊരു ലോക്കൽ പവർ ബാങ്ക് ചാർജ് ചെയ്തിട്ടാണ്. അതാണ് ഇഷ്യൂ കേട്ടോ, മറക്കണ്ട. അപ്പോൾ ഞാൻ ഡീല് വേണമെങ്കിൽ നമ്മുടെ ഇതിൽ കാണിച്ചു തരാം, ഫ്ലിപ്കാർട്ടിൽ. ഞാൻ ആക്ച്വലി എടുത്താലോ എന്നൊക്കെ വിചാരിച്ചാണെന്ന് വെച്ചാൽ ഞാൻ എടുത്താലോ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ പർപ്പസിന് എടുത്താലോ എന്നാണ്. പക്ഷേ നമുക്ക് വൻ നഷ്ടമാണല്ലോ. എവിടെ പോയി ഐഫോൺ പ്രൈസ് ഞാൻ പറയാം കേട്ടോ. ഐഫോൺ 12 നിങ്ങൾ ആരും എടുക്കരുത്. പഴഞ്ഞ സാധനം 13 തന്നെ പഴയത് അപ്പോഴാണ്. 14 പ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ 14 കാണിക്കുന്നുണ്ട്. 128 GB ഞാൻ ബ്രൈറ്റ്നസ് കുറയ്ക്കാം.
58,999 കാണിക്കുന്നത്. പക്ഷേ iPhone 14 പ്ലസ്സിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 55 കാണിക്കുക. അപ്പോൾ വൺ ഓഫ് ദ കിഡിലൻ ഡീലാണ് ഇതാ 14 പ്ലസ് വാങ്ങിക്കുക 55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് എന്തെങ്കിലും പഴയ ഡിവൈസ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയും പ്രൈസ് കുറയും. അത് മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 10% HDFC ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. നോൺ EMI-നും EMI-നും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് നിങ്ങൾ മേടിക്കണ്ട. പിന്നെ ഇപ്പോൾ 15 ഞാൻ പ്രൈസ് കാണിച്ചു തരാം. ഇപ്പോൾ 70 എന്നുണ്ട്, വലിയ കുറവ് വന്നിട്ടില്ല എന്നുണ്ട്. 70,999 പ്രൈസ് വന്നിരിക്കുന്നത് ഈ സാധനം. അല്ല ഇതല്ല, ഇത് 128 GB ആണ് കേട്ടോ. ഞാൻ എൻ്റെ 250 GB ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. 250 GB-ക്ക് 81,999 വന്നിരിക്കുന്നുണ്ടോ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സൈസ് അനുസരിച്ചിട്ട് നിങ്ങളൊരു നോർമൽ യൂസർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 128 GB ധാരാളമാണ്. അല്ലാത്ത പക്ഷം നിങ്ങളൊരു 256 GB എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ക്യാമറ ഇപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ നല്ല മെമ്മറി എടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ അത്യാവശ്യം നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും 250 GB-ലേക്ക് പോകായിരിക്കും നല്ലതാണ്. അല്ലെങ്കിൽ ഷോക്കാവും. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് നമ്മുടെ സാൻഡിസ്കിൻ്റെ ആ സാധനമൊക്കെ വാങ്ങിച്ച് വെക്കേണ്ടി വരും. സാൻഡിസ്ക് അല്ല, ഇപ്പോൾ നമുക്ക് 15 ആണെങ്കിൽ നമുക്ക് ടൈപ്പ് സിയിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇതുപോലത്തെ സാൻഡിസ്കിൻ്റെ ടൈപ്പ് സി രണ്ട് ഡുവൽ ഉള്ളതാണ്. ടൈപ്പ് സി ഉണ്ട്, നമുക്ക് നോർമൽ ഇതുകൊണ്ട് കണ്ടു. അപ്പോൾ അങ്ങനത്തെ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ സാൻഡിസ്കിൻ്റെ വേറെ സാധനം ഉണ്ട്. എൻ്റെ അത് ലൈറ്റിനിങ് കേബിൾ ഉണ്ട്. നമ്മൾ പണ്ട് വീഡിയോട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാമറ മെമ്മറി ആക്കാൻ പറ്റും. ഡിഫോൾട്ട് മെമ്മറി നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് ആക്കാം. അങ്ങനെ ഒരു സാധനം ഉണ്ട് സാൻഡിസ്കിൻ്റെ. എനിക്ക് പേര് ഞാൻ മറന്നു, പണ്ട് നമ്മൾ ഇട്ടുന്നതാണ്. ഞാൻ iPhone 13 ഉപയോഗിക്കുമ്പോൾ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.